ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. വളരെ സോഫ്റ്റും യമ്മിയുമായിട്ടുള്ള ഒരു സ്നാക്കാണ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കായിട്ടും വൈകുന്നേരം ചായയുടെ കൂടെയുള്ള പലഹാരമായിട്ടും ഉപയോഗിക്കാം. തനി വെജിറ്റേറിയൻ ആയിട്ടുള്ള ഈ സ്നാക്ക് നമുക്ക് നൊയമ്പ് കാലത്തും അല്ലാത്ത സമയത്തും ഒക്കെ കഴിക്കാം. വായിൽ വെച്ചാൽ അലിഞ്ഞിറങ്ങുന്ന അത്രയ്ക്ക് സോഫ്റ്റാണ്, അടിപൊളി ടേസ്റ്റുമാണ് ഇത്. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 250 ഗ്രാം ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞ് കുറച്ചൊന്ന് ഉടച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഒരു ഫോർക്ക് വെച്ച് നമുക്ക് കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുക്കാം. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് കേട്ടോ. അപ്പോൾ ഞാൻ പൊട്ടാറ്റോ ഒക്കെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. കട്ടയില്ലാതെയാണ് ഉടച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. 100 ഗ്രാം ക്യാബേജ് കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. പച്ച ക്യാബേജാണ്, നിങ്ങൾക്ക് ഏത് ക്യാബേജ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി 100 ഗ്രാം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം. അപ്പം ഞാൻ ആ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം. പുഴുങ്ങി ഉടച്ച ഉരുളക്കിഴങ്ങും ക്യാബേജും ക്യാരറ്റും കൂടി നല്ലതുപോലെ കുഴച്ചെടുക്കാം. അപ്പം ഞാനത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് നമുക്കൊന്നുകൂടി കുഴച്ച് നോക്കാം. ബജ്ജി ഉണ്ടാക്കുന്ന കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. നമുക്കിതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒത്തിരി ലൂസാക്കി കളയരുത്. നമ്മൾ ബജ്ജി ആകുമ്പോൾ കുറച്ച് കട്ടിയിലാണ് വേണ്ടത്. ഇതിലേക്ക് ഇനി ആവശ്യമുള്ള മാവ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെജിറ്റബിളിൻ്റെ നനവ് കൊണ്ട് തന്നെ ഈ പൊടി നന്നായിട്ട് നനഞ്ഞു കിട്ടും. വെള്ളമൊന്നും ഇപ്പോൾ ചേർക്കരുത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവസാനം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചേർത്ത പൊടികളെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് നനഞ്ഞിരിക്കുകയാണ്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ അളവിൽ പൊടിയായി അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നല്ല പൊടിയായി അരിഞ്ഞെടുക്കണം. ഇഞ്ചി കടിക്കുന്നത് അറിയരുത്. 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും 1 ചെറിയ പച്ചമുളകും കൊത്തി അരിഞ്ഞത് ചേർക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പോരാത്ത അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആണ് കേട്ടോ. ഇതുപോലെയാണ് നമ്മളുടെ ബാറ്റർ ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഫോർക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കി ഒഴിക്കാം. ഒരു ചെറിയ ബൗളിലേക്ക് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടേബിൾ സ്പൂൺ കടലമാവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കുറച്ച് കട്ടിയിൽ കലക്കിയെടുക്കാം. ഒരു 3 ടീസ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളം ഉപയോഗിച്ച് നമുക്കിതൊന്ന് കട്ടിയിൽ കലക്കിയെടുക്കാം. ഇപ്പം ഞാൻ ആ ബാറ്റർ നല്ല കുഴമ്പ് രൂപത്തിൽ കലക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത ചേരുവ ഈ ബാറ്ററിൽ എല്ലായിടത്തും ഒരേപോലെ ആകത്തക്ക വിധം നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. നാടൻ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. 1 ടീസ്പൂൺ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഇത് കുറച്ച് സ്പൈസി ആയ
സ്നാക്കാണ് കേട്ടോ. നിങ്ങൾക്ക് എരിവില്ലാത്തതാണ് വേണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സും പച്ചമുളകൊക്കെ ചേർത്തത് ഒഴിവാക്കാം. ഇതിലേക്ക് ഇനി 1/4 കപ്പ് അളവിൽ സ്പ്രിംഗ് അണിയൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില പൊടിയായ അരിഞ്ഞും ചേർക്കാം കേട്ടോ. ഇതിൽ സവാള ചേർക്കരുത്. സവാള ചേർത്താൽ ഈ ബാറ്റർ ലൂസായി പോകും. അതുകൊണ്ടാണ് സവാളയ്ക്ക് പകരം സ്പ്രിംഗ് അണിയൻ ചേർത്തത്. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഫ്രൈങ് പാനിൽ നല്ലതുപോലെ എണ്ണ ചൂടാക്കിയിരിക്കുകയാണ്. അതിലേക്ക് ഇത് കുറേശ്ശെ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഫോർക്ക് കൊണ്ട് തന്നെ നമുക്കിത് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഒഴുകാത്ത പാകത്തിലാണ് നമ്മളിത് കുഴച്ചെടുത്തിട്ടുള്ളത്. മീഡിയം ഹീറ്റിൽ വേണം ഇത് ഫ്രൈ ചെയ്യാൻ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാകണം. ഒത്തിരി അങ്ങോട്ട് കരിച്ച് കളയരുത്. വെജിറ്റബിളിനൊക്കെ അധികം വേവില്ലാത്തതാണ്. ഒത്തിരി ഡാർക്കായി ഫ്രൈ ചെയ്യാതെ ഒരു ലൈറ്റ് ഷെയ്ഡിൽ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ ഒത്തിരി അങ്ങോട്ട് ഡാർക്കായി ഫ്രൈ ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. താഴെ ഏകദേശം ഒരു ലൈറ്റ് യെല്ലോ കളറാകുമ്പോൾ തന്നെ ഇത് മറിച്ചിടാം. ഒരു 3 മിനിറ്റൊക്കെ നമുക്ക് ഒരു സൈഡ് ഫ്രൈ ചെയ്താൽ ഇത് റെഡിയാകും. ഇപ്പോൾ ആദ്യത്തെ സെറ്റ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഈ കളറിലാകുമ്പോൾ തന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കുക. ഞാനിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് എടുക്കുകയാണ്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ കൂടുതൽ ഡാർക്ക് ആകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് 1 മിനിറ്റ് കൂടി കൂടുതൽ സമയം ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ള ബാച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ കട്ടിയിൽ വേണം കേട്ടോ കലക്കിയെടുക്കാനായിട്ട്. ഒത്തിരി ഒഴുകുന്ന രൂപത്തിലെടുത്താലും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. ഈ ബാറ്റർ നമ്മൾ കൈ കൊണ്ടെടുത്താലും സ്പൂൺ കൊണ്ടെടുത്താലും ഒഴുകി വീഴാത്ത തരത്തിലായിരിക്കണം. അതേ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കലക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ലാസ്റ്റ് ബാച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന സോഫ്റ്റും യമ്മിയുമായിട്ടുള്ള നമ്മളുടെ വെജിറ്റബിൾ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു വെജിറ്റബിൾ ബജിയാണിത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കായിട്ടും വൈകുന്നേരം ചായക്കൊപ്പവും ഇത് കഴിക്കാൻ വളരെ നല്ല സ്നാക്കാണ്. ഇത് കഴിച്ചു നോക്കിയാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് സോഫ്റ്റും ടേസ്റ്റിയുമാണ്. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ചേരുവയായ ക്യാബേജ് വളരെ നല്ല ഗുണമുള്ള ഒരു വെജിറ്റബിളാണ്. ലീഫി വെജിറ്റബിളായ ക്യാബേജിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും വിറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ക്യാരറ്റും നമ്മുടെ കണ്ണിനൊക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒരു വെജിറ്റബിളാണ്. ഇതുകൂടാതെ നമുക്ക് ഇതിലേക്ക് ചീരയും അതുപോലെ പെട്ടെന്ന് വേകുന്ന വെജിറ്റബിൾസൊക്കെ ചേർത്ത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ സ്നാക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.